നമസ്കാരം, വെൽക്കം ടു ഫൺ സീഡ്സ്, മീ ജൂലിയ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്വിപ്പ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റിനെ കുറിച്ചിട്ടാണ്. സോ ഫസ്റ്റ് നമ്മൾ എപ്പോഴും നോക്കുന്ന പോലെ തന്നെ ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ക്വിപ്പ് നെറ്റ്വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പ്ലസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കമ്പൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റ് ആണ്. ആക്ച്വലി ക്വിപ്പ് ഒരു ബ്ലോക്ക് ചെയിൻ അല്ല, എന്നാൽ സിംഗിൾ ക്വാണ്ടം കമ്പ്യൂട്ടറും അല്ല, എന്നാൽ ഇത് രണ്ടും കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റുമാണ്. മനസ്സിലായില്ലല്ലേ? ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇവരുടെ സിസ്റ്റം രണ്ട് ഭാഗങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ആളുകള് അവരുടെ CPU, GPU പോലുള്ള ഹാർഡ്വെയർസ് ഉപയോഗിച്ച് നെറ്റ്വർക്കിനെ സപ്പോർട്ട് നൽകാം. അതിന് പകരം ക്വിപ്പ് എന്ന് പറയുന്ന ടോക്കൺ ലഭിക്കും എന്നാണ് ഇവരുടെ കൺസെപ്റ്റ്. സോ പ്രൂഫ് ഓഫ് വർക്ക് മൈനിങ് പോലെ തന്നെയാണെങ്കിലും വെറും ഹാഷിംഗ് ചെയ്യുന്നതല്ല, യൂസ്ഫുൾ ജോബ്സ് സോൾവ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ലെയർ ആണ്. അതായത് എതേറിയം, സൊലാന, ബിറ്റ്കോയിൻ പോലുള്ള എക്സിസ്റ്റിംഗ് ബ്ലോക്ക് ചെയിൻസിലുള്ള അസറ്റ്സിന് എക്സ്ട്രാ സെക്യൂരിറ്റി ലെയർ നൽകാനായിട്ട് വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. സോ ഫ്യൂച്ചറിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് പവർഫുൾ ആയാൽ ക്രിപ്റ്റോ കീസ് ബ്രേക്ക് ചെയ്യാം എന്ന ഫിയർ ഉണ്ട്. സോ ഇതിനെ മുൻകൂട്ടി പ്രൊട്ടക്ഷൻ നൽകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. സോ ഇവരുടെ മിഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ രണ്ട് സർവീസ് ആണ് അവർ നൽകുന്നത്. ഒന്ന് ഡീസെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടർ മാർക്കറ്റ് പ്ലേസും മറ്റൊന്ന് പോസ്റ്റ് ക്വാണ്ടം അസറ്റ് സെക്യൂരിറ്റി ആണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അൺയൂസ്ഡ് ഹാർഡ്വെയർസ് ഉപയോഗിച്ചിട്ട് ഏർണിംഗ് അവസരം നൽകുകയും ക്രിപ്റ്റോ അസറ്റ്സ് കൂടുതൽ സെക്യൂർ ആക്കുകയും ചെയ്യുക എന്നതാണ് പ്രൊജക്ടിന്റെ ഉദ്ദേശം. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിയൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്നത് വളരെ കോസ്റ്റ്ലി ഹാർഡ്വെയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടില് ഡോക്കേഴ്സ് വഴി റൺ ചെയ്യുന്ന നോഡ് ആക്ച്വലി ക്വാണ്ടം മെഷീൻ അല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ഏർലി സ്റ്റേജും ക്രിപ്റ്റോ ടൈപ്പ് പ്രോജക്റ്റുമായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇതിപ്പോൾ ഒരു ഏർലി സ്റ്റേജ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ എയർ ഡ്രോപ്പ് പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്ത് സിമ്പിളായിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്ത് പോയിന്റ്സ് ലഭിക്കാനായിട്ട്, പോയിന്റ്സ് ഏൺ ചെയ്യാനായിട്ടുള്ളൊരു അവസരം. ഈ ഒരു പോയിന്റ്സ് ഫ്യൂച്ചറിൽ അവർ ടോക്കൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ ടോക്കണായിട്ട് കൺവേർട്ടായിട്ട് കിട്ടുകയും ചെയ്യും. സോ ഇപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് പ്രോഗ്രാം മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ഫ്യൂച്ചറിൽ അവരത് വരുത്തുമ്പോൾ, അവർ ലോഞ്ച് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് അപ്പോൾ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എയർ ഡ്രോപ്പ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇനി ഒട്ടും താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എയർ ഡ്രോപ്പ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ആസ് യൂഷ്വൽ വാലറ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണക്ട് വിത്ത് എതേറിയം എന്ന് പറഞ്ഞ ഓപ്ഷൻ ആദ്യം നിങ്ങൾക്ക് കാണിക്കും. ദെൻ നിങ്ങൾ ഏത് വാലറ്റാണോ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ജസ്റ്റ് കണക്ട് ചെയ്യുക. മെറ്റാമാസ്ക് OKX ചെയ്താൽ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിൽ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൊഫൈൽ എടുക്കുക, എഡിറ്റ് പ്രൊഫൈൽ ചെയ്യുക. നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഞാൻ ഇത് പറയുന്നത് തന്നെ. എബോട്ടും കാര്യങ്ങളും കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അക്കൗണ്ട്സ് വാലറ്റും എല്ലാം തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം സേവ് ചേഞ്ചസ് കൊടുക്കുക. അത് മറക്കരുത്, സേവ് ചേഞ്ചസ് കൊടുക്കുക. ദെൻ നിങ്ങൾ ഈ ടാസ്കുകളെല്ലാം തന്നെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുക. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യാനും അവരുടെ പോസ്റ്റിൽ എൻഗേജ് ചെയ്യാനും ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവരുടെ ഡിസ്കോഡിലും ടെലിഗ്രാമിലും ജോയിൻ ചെയ്യുക. ഇങ്ങനെയുള്ള ടാസ്കുകളൊക്കെയാണ്. സോ ഇതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നേരത്തെ നിങ്ങൾ അക്കൗണ്ട്സും വാലറ്റ്സ് ഒക്കെ കണക്ട് ചെയ്തപ്പോൾ ഗിറ്റ് ഹബൂടെ നിങ്ങൾ കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഗിറ്റ് ഹബ് ഇല്ലെങ്കിൽ ഒരെണ്ണം പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, അത് ഞാൻ പറയാൻ കാരണം ഇവിടെ ഗിറ്റ് ഹബ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളുണ്ട്. ജസ്റ്റ് അതിനകത്ത് കയറിയിട്ട് സ്റ്റാർ ചെയ്യേണ്ടതായിട്ടുള്ള ടാസ്ക് ഉണ്ട്. ഒന്നുമില്ല, അതിൽ കയറുക, അവർ പറയുന്ന ആ ഒരു സൈറ്റിലേക്ക് കയറുക. ദെൻ അതിനകത്ത് സ്റ്റാർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ദെൻ എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് വന്നിട്ട് ക്ലെയിം ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഗിറ്റ് ഹബിന്റെ അക്കൗണ്ട് നിങ്ങൾ കണക്ട് ചെയ്തിരിക്കണം. സോ നിങ്ങൾക്ക് ഗിറ്റ് ഹബ് ഇല്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഗിറ്റ് ഹബ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു 4 ടാസ്ക് ഉണ്ട്. അത് അത്രയും നിങ്ങൾ ചെയ്യുക. സ്റ്റാർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്തുള്ളത്. സോ ജസ്റ്റ് നിങ്ങൾ ചെയ്തേക്കുക. ഞാൻ ഇവിടെ 1-2 ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഡെയിലി ചെക്ക് ഇൻ കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്കൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ട്വിറ്ററിൽ അവരെക്കുറിച്ചിട്ട്. സോ അവരെക്കുറിച്ചിട്ടൊരു പോസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി ഡെയിലി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ പോയിന്റ്സ് ലഭിക്കുന്നതായിരിക്കും. സോ ഡെയിലി ചെക്കിനും ഈ ഒരു പോസ്റ്റും നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ്. സോ ഡെയിലി ഇത് മിസ് ചെയ്യാതെ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു അഡീഷണൽ എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ
ക്വിപ്പ് വാൾട്ടിൽ ഒരു വാൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ അസറ്റ് എല്ലാം തന്നെ ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് പോയിന്റ്സ് ലഭിക്കുന്നതാണ്. സോ അതിനായിട്ടുള്ള സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ക്വിപ്പ് വാൾട്ടിൻ്റെ. അപ്പോൾ അതുവഴി നിങ്ങൾ കയറുക. ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇത് ഓപ്ഷനിലാണ്, ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോയിന്റ്സ് ലഭിക്കും. സോ ഞാൻ ഇവിടെ ജസ്റ്റ് അത് കാണിക്കുന്നതേ ഉള്ളൂ, ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം, ദെൻ നിങ്ങൾ വോൾട്ട് ക്രിയേറ്റ് ചെയ്യണം, ദെൻ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യണം. നിങ്ങളുടെ അസറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു വോൾട്ട് കിടക്കുകയും ചെയ്യും, അതേപോലെ തന്നെ നിങ്ങൾക്ക് വോൾട്ട് കിടക്കുന്നതിനനുസരിച്ചിട്ട് പോയിന്റ്സ് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു എയർ ഡ്രോപ്പാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. എല്ലാം കൂടെ ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആൻഡ് ഏർലി സ്റ്റേജ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി നിങ്ങൾ നടത്തണം. ഇത് ഞാൻ പ്രത്യേകം എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ആൻഡ് കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല കിട്ടുന്നവരെ ബൈ ഗൈസ്.